ഇന്നത്തെ വീഡിയോ നമുക്കിങ്ങനെ ഒരു വലിയ ബേസണിൽ അമ്പലക്കുളം സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ ബേസൺ വേണം. ബേസന്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇടുന്നത് ആട്ടും കാഷ്ടമാണ്. അപ്പോൾ ആട്ടും കാഷ്ടം ഇടുകയാണെങ്കിൽ പായലൊന്നും പിടിക്കാതെ ഇരിക്കും. അല്ല നമ്മൾ ഇതിന് പകരമായിട്ട് ചാണകപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ പായലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആട്ടും കാഷ്ടത്തിന് കൂടെ നമ്മൾ ഇടുന്നത് എല്ലുപൊടിയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ അടിവളമായിട്ട് ഇടേണ്ടത്. ഇത് രണ്ടും വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇടയ്ക്ക് പൂക്കാറാകുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് ചെളി ആണ്. ചെളി ഇല്ലാത്തവർക്ക് പൂഴി ഇടാം. എൻ്റെ കയ്യിൽ ചെളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൂഴി തന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴമ്പ് രൂപത്തിൽ ആക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്. പൂഴി നേരിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പാടത്തുനിന്ന് എനിക്ക് ഒരു ചേട്ടൻ ഇങ്ങനെ എടുത്തു തന്നതാണ്. ചേട്ടനാണ് എനിക്ക് ഈ അമ്പലം എടുത്തു തന്നത്. ഇത് ഞാൻ എല്ലുപൊടി ആട്ടും കാഷ്ടമൊക്കെ ഇട്ട് നട്ടതാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ഞാൻ ഈ പൂഴിയാണ് ഇട്ടിരുന്നത്. പക്ഷേ ഇത് നമ്മൾ ഈ പാടത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന അമ്പലം നടുമ്പോഴത്തേക്കും അത് ആ ഒരു സീസണിൽ മാത്രമേ വരുവുള്ളൂ. ബാക്കി സമയത്തൊക്കെ അത് ഇങ്ങനെ ഡോർമെസി പീരീഡെന്നോ മറ്റോ അതിന് പറയുന്നത് അങ്ങനെ നിൽക്കും. പക്ഷേ നമ്മളിപ്പോൾ നടുന്ന വയലറ്റ് അമ്പലം എല്ലാ സമയത്തും പൂവുണ്ടാകുന്നതാണ്. ഇതിൽ പൂവൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് ഞാനിത് മാറ്റിയിട്ട് പുതിയൊരമ്പലം നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടയിൽ നിന്നാണ് ഇത്, നേഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഈ കാണുന്ന അമ്പലം മാറ്റിയിട്ട് ഇതിലുണ്ടായിരുന്ന മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കണം, ഒരു പകുതിയോളം ഇട്ട് കൊടുക്കണം. കല്ലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ഞാൻ കൊണ്ടുവന്ന് ഇതേ ബേസിനിൽ തന്നെ ഇതേപോലെ കല്ല്, അത്യാവശ്യം വലിയ കല്ലൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റണം. കുഞ്ഞു കല്ലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെടി നടാം. ചെടി നടുന്നതിന് മുമ്പായിട്ട് നമ്മളത് വേരൊന്നും പൊട്ടിപ്പോകാതെ എടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അല്ലെങ്കിൽ അത് പിടിച്ച് വരുമ്പോൾ കുറച്ച് ദിവസം നമ്മുടെ പൂവുണ്ടെങ്കിൽ അത് വാടി നിൽക്കും. അപ്പോൾ ഞാനിത് പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ഈ അമ്പലാണ് നമ്മൾ മാറ്റി നടുന്നത്. അപ്പോൾ അമ്പലിൻ്റെ ഇതേപോലുള്ള ഡ്രൈ ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് അവിടെ വെള്ളത്തിൽ കിടന്നിട്ട് ചെടിക്ക് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ അമ്പല് ആണ് എടുത്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ. ഇത് വാങ്ങിച്ചപ്പോൾ ഒരു കുഞ്ഞു പോട്ടിലായിരുന്നു ഈ അമ്പലം ഉണ്ടായിരുന്നത്. അത് ഞാൻ അതേപോലെ എടുത്ത് ഇതിൽ വെച്ചു. ഇതിപ്പോൾ വെച്ചിട്ട് ഇതിൽ കുറേ ടൈം പൂവുണ്ടായി. ഇതിൽ വേര് നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളും നല്ല വെള്ളത്തിൽ കിടന്നാൽ മാത്രമേ ഇലകൾ കുറേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് അത് ഡ്രൈ ആയി പോകും. ഇവൻ്റെയൊക്കെ തേക്കുന്ന ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഉയർത്തി കൊടുത്തത്. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ ഈ കൈ അകത്തേക്ക് ഇട്ടിട്ട് അത് പൊക്കിയെടുത്തു. ഇതിൻ്റെ വെയിറ്റ് കാരണം പൊക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ രണ്ട് കൈയും കൂടി ഉപയോഗിച്ചിട്ട് നമുക്കത് പൊക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. കുറച്ച് പേരൊന്നും പൊട്ടിയാൽ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ല രീതിക്ക് തന്നെ പൊക്കിയെടുത്തു. അപ്പോൾ ഇതേപോലെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് കൊണ്ടുവന്ന് ആ ഡ്രമ്മിലേക്ക് വെക്കാം. ഡ്രമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ ആ സൈഡിൽ ബാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് തന്നെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചുറ്റിനും മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലാത്ത രീതിയിൽ അമർത്തി കൊടുത്ത് വെള്ളം ഈ സമയത്ത് ഒഴിക്കാൻ പാടില്ല. ഇത് വെച്ച് നല്ലപോലെ മണ്ണൊക്കെ ഇട്ടിട്ട് ആ വേരും അതിൻ്റെ നടുക്ക് ഭാഗം ഒരിക്കലും മണ്ണിട്ട് മൂടാൻ പാടില്ല. സൈഡിൽ മാത്രമേ മണ്ണ് വരാൻ പാടുള്ളൂ. ചുറ്റിലും നല്ല രീതിക്ക് തന്നെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളങ്ങളൊന്നും മിക്സ് ചെയ്ത മണ്ണാകാൻ പാടില്ല. അപ്പോൾ വേര് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും. അപ്പോൾ അടിവളമായിട്ട് മാത്രമേ നമ്മൾ വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാകും. നമ്മൾ സാധാരണ ചെടികൾ വെക്കുന്ന പോലെയല്ല, ഇതിൽ അടിയിൽ മാത്രമേ വളം ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ഈ മണ്ണ് ഇളകി പോകാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഗപ്പി ഇട്ട് കൊടുക്കണമുണ്ട്. കൊതുകൊന്നും വരാതിരിക്കാനായിട്ട് ഗപ്പി ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ താഴത്ത് നമുക്ക് വേണമെങ്കിൽ മണലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കാണാനായിട്ട് പറ്റും. വെള്ളം ഒഴിക്കുമ്പോൾ ഇതേപോലെ ഈ ഇലയിൽ വേണം നമ്മൾ പിടിച്ച് ഒഴിക്കാനായിട്ട്. മണ്ണിലേക്ക് നേരെ കുത്തി ഒഴിക്കരുത്. അപ്പോൾ വേരെല്ലാം ഇളകി മണ്ണൊക്കെ കലങ്ങിപ്പോവും. അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളം നിറയണ വരെ ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ ഗപ്പി ഉടനെ തന്നെ ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ വെള്ളം തെളിഞ്ഞ് വരണം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നിറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വെക്കുമ്പോഴേക്കും ഇതിലേക്ക് കരടൊക്കെ പൊങ്ങി വരും. ആ കരടൊക്കെ നമ്മൾ കോരി മാറ്റി കഴിയുമ്പോഴേക്കും വെള്ളം അത്യാവശ്യം തെളിഞ്ഞ് വരും. തെളിഞ്ഞ് വന്ന വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഗപ്പി മീനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂ. ഇല്ലെങ്കിൽ മീനെ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ വെള്ളം തെളിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതിനേക്ക് ഗപ്പീനെ ഇട്ട് കൊടുക്കാനായിട്ട് 2-3 ഗപ്പികളെ വാങ്ങിയതാണ്. ഇപ്പോൾ ഒത്തിരി ഗപ്പി കുഞ്ഞുങ്ങളും ഗപ്പികളും ഒക്കെ ആയി. അപ്പോൾ ഈ ഗപ്പിയിൽ നിന്നുള്ള വളം, നമുക്ക് ഈ ഗപ്പിയുടെ കാഷ്ടത്തിൽ നിന്നൊക്കെയുള്ള വളം കൊണ്ട് അമ്പലം നന്നായിട്ട് വളരും.